നെക്സ്റ്റ് പറയുന്നത് വാരിയബിൾസ് എന്താണെന്നാണ്. അതായത് റിസർച്ചിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വാരിയബിൾസ് എന്തൊക്കെയാണ്, അവ എത്ര തരമുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വാരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയാണ് അടുത്തത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വാരിയബിൾസ് എന്താണെന്ന് പറയാം. ഡിക്ഷണറി മീനിങ് ഓഫ് വാരിയബിൾ ഈസ് ചേഞ്ചിങ് ഓർ ചേഞ്ചബിൾ. അതായത് വാരിയബിൾ എന്ന് പറഞ്ഞതിൻ്റെ ഡിക്ഷണറി മീനിങ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഓർ ചേഞ്ചബിൾ, അതായത് ചേഞ്ച് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ചേഞ്ച് നടക്കുന്നതോ ആയിട്ടുള്ളതിനാണ്. അതാണ് എന്ത് ഡിക്ഷണറി മീനിങ് ഓഫ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ. എ വാരിയബിൾ ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ഇറ്റ്സ് ക്വാണ്ടം ഓർ വാല്യൂ. അതായത് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യുക, ചേഞ്ച് വരുന്നതിനാണ് എന്തെന്ന് പറയുക, വാരിയബിൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സാധനം ആവട്ടെ, അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. വാരിയബിൾസ് ആർ ദോസ് എനിത്തിങ് വിച്ച് വാരി അക്കോർഡിംഗ് ടു ദ നാച്ചർ. അതായത് നാച്ചറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് വാരി ചെയ്യുക, അതായത് ഇതെന്ത് ചെയ്യുക, ചേഞ്ച് സംഭവിക്കുക. അതിനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് വാരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. അതായത് വാരിയബിൾസിൻ്റെ ടൈപ്സ് പ്രധാനമായിട്ടും 5 തരത്തിലുള്ള വാരിയബിൾസാണ് ഈ റിസർച്ചിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ, സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ, തേർഡ് മോഡറേറ്റിംഗ് വാരിയബിൾ, 4 ഇൻ്റർവീനിങ് വാരിയബിൾ ആൻഡ് ലാസ്റ്റ് വൺ എക്സ്ട്രേണിയസ് വാരിയബിൾ. അപ്പോൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ആണ് ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യുന്നത്. These are those variable which influence another variable. അതായത് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൽ തന്നെ മനസ്സിലാക്കാം എന്താ, ഇൻഡിപെൻഡൻറ്റ്, അതായത് ഡിപ്പെൻഡ് ചെയ്യാത്ത വാരിയബിൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഒരു വാരിയബിൾസിനെയും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് സ്വയം നിൽക്കുന്ന വാരിയബിളാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. ദീസ് ആർ ദോസ് വാരിയബിൾസ് വിച്ച് ഇൻഫ്ലുവൻസ് അനദർ വാരിയബിൾസ്. അതായത് ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റൊരു വാരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വാരിയബിളാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. ദാറ്റ് ഹാസ് കപ്പാസിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് വാരിയബിൾ. എന്താ, അതിൻ്റെ കപ്പാസിറ്റി, അതായത് ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യുക, അതിൻ്റേതായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റീനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ചേഞ്ച് സംഭവിക്കും. പക്ഷേ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ അങ്ങനെയല്ല, അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദീസ് ആർ കൺട്രോളബിൾ ഇൻ നാച്ചർ. അതായത് എന്താ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഒന്നിനെയും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് അതിൻ്റെ ഇഷ്ടത്തിനാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി പോസിബിൾ ടു മാനിപ്പുലേറ്റ്. അതായത് കൺട്രോൾ ചെയ്യാനും പറ്റും, എന്ത് ചെയ്യുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. സോ ഇറ്റ്സ് വാരിയബിൾ ഇസ് ഓൾസോ നോൺ ആസ് മാനിപ്പുലേറ്റിംഗ് വാരിയബിൾ, കൺട്രോളബിൾ വാരിയബിൾ ആൻഡ് എക്സ്പ്ലനേറ്ററി വാരിയബിൾ. ഇതിനൊക്കെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിന് പറയുന്ന മറ്റ് പേരുകളാണ് കൺട്രോളിംഗ് വാരിയബിൾ എന്ന്, മാനിപ്പുലേറ്റിംഗ് വാരിയബിൾ, എക്സ്പ്ലനേറ്ററി വാരിയബിൾ. It's a variable which influences or explains the variation in other variable which are considered for the study. അതായത് നമ്മൾ സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്ന മറ്റ് വാരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത്തരത്തിലുള്ള വാരിയബിൾസിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് വാരിയബിളാണ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ. അതായത് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാരിയബിൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ഈസ് വൺ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ആൻ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഡിഫൈൻഡ് ഫോർ ദ സ്റ്റഡി. അതായത് നമ്മുടെ സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാരിയബിളിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. എക്സാമ്പിൾ നോക്കാം. ഇൻക്രീസിങ് ടെമ്പറേച്ചർ ലീഡ്സ് ടു ഇൻക്രീസിങ് ദ സെയിൽ ഓഫ് ഐസ്ക്രീം. അതായത് എന്താ പറഞ്ഞത്, ഇൻ ദിസ് അതായത് പറഞ്ഞിട്ടെങ്കിൽ എന്താ, ഇൻക്രീസിങ് ടെമ്പറേച്ചർ, അതായത് ചൂട് കൂടുന്നതിനനുസരിച്ച്, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താ, ഐസ്ക്രീമിൻ്റെ സെയിലും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമാണ് ഈ എക്സാമ്പിളിൽ പറയുന്നത്. ഈ എക്സാമ്പിൾ ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതാ,
ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. സെയിൽ ഓഫ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിപ്പെൻഡൻ്റ് ആണ്. ഈ സെയിൽ ഓഫ് ഐസ്ക്രീം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സെയിൽ ഓഫ് ഐസ്ക്രീമും ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആൾക്കാർ ഐസ്ക്രീം വാങ്ങുന്നത് എന്ത് ചെയ്യും? കുറയും. അതാണ് ഈ രണ്ട് എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വാരിയബിൾസിനെയും എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദ ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിൾ ഇറ്റ്സ് എൻ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. സെയിൽ ഓഫ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ആണ്. ഈ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഏജ് ആൻഡ് IQ. അതായത് ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? IQ എന്ത് ചെയ്യും? കൂടും. ഏജ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി എന്താവും? കുറവാകും. അപ്പോൾ ഈ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. IQ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതാ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത്? IQ കൂടണോ കുറയണോ എന്ന് തീരുമാനിക്കുന്നത് ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവും. സോ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. IQ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എഫോർട്ട് ടേക്കൺ ബൈ സ്റ്റുഡൻസ് ആൻഡ് മാർക്ക്. അതായത് എന്ത് ചെയ്യുക? കുട്ടികൾ പഠിക്കാനെടുക്കുന്ന എഫോർട്ടും പിന്നെ എക്സാമിൽ നിന്ന് കിട്ടിയ മാർക്കിൻ്റെ റിസൾട്ടുമാണ് പറയുന്നത് എക്സാമ്പിൾ. ഈ എഫോർട്ട് ടേക്കൺ ബൈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്ക് എന്ന് പറഞ്ഞത് ഏതാ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് അതായത് പഠിക്കാനെടുക്കുന്ന എഫോർട്ടിനനുസരിച്ചിട്ടായിരിക്കും എന്ത്? അവർക്ക് കിട്ടുന്ന മാർക്കും. അപ്പോൾ മാർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അവരെടുക്കുന്ന എഫോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ വി ക്യാൻ സേ എഫോർട്ട് ടേക്കൺ ബൈ സ്റ്റുഡൻറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് മാർക്ക് ഈസ് ആൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇനി നെക്സ്റ്റ് പറയാം മോഡറേറ്റിംഗ് വേരിയബിൾ ആണ്. മോഡറേറ്റിംഗ് വേരിയബിൾ ഓർ മീഡിയേറ്റിംഗ് വേരിയബിൾ മൂന്നാമത്തെ വേരിയബിൾ ആണ്. ദിസ് ആർ സർട്ടൻ വേരിയബിൾ വിച്ച് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളും
ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഏത് വേരിയബിൾ യൂസ് ചെയ്യുന്നത്, മോഡറേറ്റിംഗ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അതായത് മീഡിയേറ്റിംഗ്, അതായത് ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും വേരിയബിൾ തമ്മിലുള്ള ഒരു മീഡിയേറ്റിംഗ് വേരിയബിളാണ് ഏത്, മോഡറേറ്റിംഗ് വേരിയബിൾ. ആക്ച്വലി ഇറ്റ്സ് എ തേർഡ് വേരിയബിൾ, അതായത് മൂന്നാമത്തെ വേരിയബിൾ, അതായത് ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും കൂടാതെ മൂന്നാമത്തെ ഒരു വേരിയബിളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, മോഡറേറ്റിംഗ് വേരിയബിൾ. It forms strong conditional or background effect on the relationship of the independent and dependent variables. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആയിക്കോട്ടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിക്കോട്ടെ അതിൽ സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ആ രണ്ട് വേരിയബിളും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് വേരിയബിളാണ്, മോഡറേറ്റിംഗ് വേരിയബിളാണ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. A good speaker can increase the understanding level of a students on a particular topic. അതായത് എന്ത് ചെയ്യുക, ഒരു സ്പീക്കർ, ഗുഡ് സ്പീക്കർ ഉണ്ട്, ആ സ്പീക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. ആ സ്പീച്ച് നടത്തുന്ന സ്പീക്കറും പിന്നെ ആ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലുമാണ് ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗുഡ് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് വേരിയബിളാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് വേരിയബിളാണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് ഈ ഗുഡ് സ്പീക്കറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂടണോ, അതായത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യുക, അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. സോ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്പീക്കറുടെ സ്പീച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഗുഡ് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഇനി മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, സ്പീച്ച് നടത്തുന്നുണ്ട്, കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കേട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഗുഡ് എൻവയോൺമെൻറ്റ് ലൈക്ക് എയർ കണ്ടീഷൻ റൂം, സൗണ്ട് പ്രൂഫ് ലെക്ചർ ഹാൾ ആൻഡ് ഗുഡ് ലൈറ്റ് ക്യാൻ ആക്ട് ആസ് എ മോഡറേറ്റിംഗ് വേരിയബിൾ. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ സ്പീച്ച് ചെയ്യുന്നുണ്ട്, മുന്നിൽ കുട്ടികൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എന്തുണ്ടായിരിക്കാം, അതായത് ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്പീക്കറുടെ സ്പീച്ച് മാത്രം ആവണമെന്നില്ല. അവിടുത്തെ ലൈറ്റ് കണ്ടീഷനിങ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ എയർ കണ്ടീഷനിങ് ആവാം, അല്ലെങ്കിൽ സൗണ്ട് പ്രൂഫ് ലെക്ചർ ഹാളായിരിക്കാം. ഇതൊക്കെയാണ് മോഡറേറ്റിംഗ് വേരിയബിൾസ്. അതായത് ഗുഡ് എൻവയോൺമെൻ്റ് ആയിട്ടുള്ള ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും കൂടാത്ത വേരിയബിൾസാണ് ഇത് മോഡറേറ്റിംഗ് വേരിയബിൾസ്, ഇടയ്ക്കുള്ള വേരിയബിൾസ്. അതായത് സ്പീക്കറുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ദ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്പീക്കറുടെ സ്പീച്ച് മാത്രമല്ല, അവിടുത്തെ എൻവയോൺമെൻറ്റും അവിടുത്തെ ലൈറ്റ് കണ്ടീഷനിങ്ങും, ആ റൂമിലെ ലൈറ്റ് കണ്ടീഷനിങ്ങും ആ റൂമിലെ സൗണ്ട് അവിടുത്തെ ലൈറ്റ് കണ്ടീഷനിങ്ങും അവിടുത്തെ സൗണ്ടിൻ്റെ ആ സൗണ്ട് പ്രൂഫ് ലെക്ചർ ഹാളാണെങ്കിലും അങ്ങനത്തെയൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികൾക്ക് കൂടുതൽ എന്ത് ചെയ്യും, മനസ്സിലാവും. അല്ലെങ്കിൽ സൗണ്ട് കുറവാണ്, എയർ കണ്ടീഷൻ ഇല്ല, ചൂടെടുക്കുന്ന റൂമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലും എന്താവും, വീക്കാവും. അതാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. നെക്സ്റ്റ് വേരിയബിൾ പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവീനിങ് വേരിയബിളാണ്. ഇൻ്റർവീനിങ് വേരിയബിൾസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വേരിയബിൾ വിച്ച് ഒക്യുർ ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനും ഇടയ്ക്ക് സംഭവിക്കുന്ന ഇടയിലുള്ള വേരിയബിളാണ് ഇത് ഇൻ്റർവീനിങ് വേരിയബിൾ. ദാറ്റ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഈ ഇൻ്റർവീനിങ് വേരിയബിൾ ഉണ്ടാവുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കാരണത്താലാണ് ഏത് വേരിയബിൾ ഉണ്ടാവുന്നത്, ഇൻ്റർവീനിങ് വേരിയബിൾ ഉണ്ടാവുന്നത് എന്ന് പറയാം. ഇൻ്റർവീനിങ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾ വിച്ച് ബ്ലോക്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് വേരിയബിൾ, ഇൻ്റർവീനിങ് വേരിയബിൾ. ഇൻ്റർവീനിങ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾ വിച്ച് ബ്ലോക്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സാമ്പിൾ എടുക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുക. എന്ത്, ഗുഡ് സ്പീക്കറും അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ദ സ്റ്റുഡൻസും. അതായത് എന്തുണ്ട്,
പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ സ്പീച്ച് ചെയ്യുന്ന ആൾ ഗുഡാണ്, അയാളുടെ ലാംഗ്വേജ് ഗുഡാണ്, അയാൾ നല്ല രീതിയിൽ പ്രസംഗിക്കുന്നുണ്ട്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് സ്റ്റുഡൻസ് എന്താ, അതും ഗുഡാണ്, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അവിടുത്തെ ഒന്നുകൂടെ പറയാം, അതായത് സ്പീക്കർ നല്ല രീതിയിൽ പ്രസംഗിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ എയർ കണ്ടീഷനിങ് നല്ലതാണ്, അവിടുത്തെ എൻവയോൺമെൻറ്റ് നല്ലതാണ്. പിന്നെ സൗണ്ടായിട്ടുള്ള ലെക്ചർ ഹാളാണുള്ളത്. പിന്നെ അവിടുത്തെ ലൈറ്റ് കണ്ടീഷനിങ് നല്ലതാണ്. ഒക്കെ പെർഫെക്റ്റാണ്. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആ വേരിയബിളാണ് ഇത് ഇൻ്റർവീനിങ് വേരിയബിൾ. അതായത് എന്താ, സ്റ്റുഡൻസ് അതൊക്കെ കേട്ടിരിക്കും, നല്ല എയർ കണ്ടീഷനിങ് ആണ്, നല്ല ലൈറ്റിംഗ് ആണ്, അയാളുടെ സ്പീച്ച് നല്ലതാണ്. പക്ഷേ സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ, സ്റ്റുഡൻസിന് നാളെ എക്സാമാണ്. അപ്പോൾ അവർക്ക് ആ ടെൻഷനിലും അതിൻ്റെ വെറീസിലായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നും സ്ട്രെസ് ഉണ്ടായിരിക്കാം. ടെൻഷൻ അടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ എക്സാം ആങ്സൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കാം. ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറഞ്ഞത്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും ബ്ലോക്ക് ചെയ്യുന്ന, അതെന്ത് ചെയ്യുന്ന, അണ്ടർസ്റ്റാൻഡിങ് ലെവലിന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്ത്. ഇനി കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. അവരത് മറ്റേ എക്സാമിനെ കുറിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരാലോചിച്ചിട്ടുണ്ടിരിക്കുന്നത്. ഇയാൾ എന്തൊക്കെയാണ് അവിടെ കിടന്ന് പറയുന്നുണ്ടാവും, പക്ഷേ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ദ സ്റ്റുഡൻസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ ഇൻ്റർവീനിങ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾ വിച്ച് ബ്ലോക്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നാലാമത്തെ വേരിയബിളാണ് എക്സ്ട്രേണിയസ് വേരിയബിൾ. അതായത് എക്സ്ട്രേണിയസ് വേരിയബിൾ എന്ന വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, എക്സ്ട്രേണിയസ് അതായത് എക്സ്ട്രാ വേരിയബിൾ. ഇറ്റ്സ് എ സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബിക്കോസ് ഇറ്റ് ആൾട്ടർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് എക്സ്ട്രാ വരുന്നൊരു വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന വേരിയബിളാണ് ഏത് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, എക്സ്ട്രേണിയസ് വേരിയബിൾ. സിംപ്ലി ഇറ്റ് ഈസ് ആൻ അൺഡിസൈറബിൾ വേരിയബിൾ വിച്ച് ചേഞ്ച് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഡിസൈർ ചെയ്യാത്ത, അൺഡിസൈറബിൾ ആയിട്ടുള്ള, ഇടയ്ക്ക് വലിഞ്ഞേറി വരിക എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഒരു വേരിയബിളാണ് ഇത് എക്സ്റ്റേണിയസ് വേരിയബിൾ. അൺഡിസൈറബിൾ വേരിയബിളാണ്, പക്ഷെ അതെന്ത് ചെയ്യും, ചേഞ്ച് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിലെ റിലേഷനിൽ എന്തുണ്ടായിരിക്കും, ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള വേരിയബിളാണ് ഇത് എക്സ്റ്റേണിയസ് വേരിയബിൾ. ഇറ്റ് ആഡ് എറർ ഇൻ അവർ സ്റ്റഡി. എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ റിസൾട്ടൊക്കെ ശരിയായിരിക്കും, പക്ഷേ എന്തായിരിക്കും, ഇത് കയറി വന്നതുകൊണ്ടായിരിക്കും ആ റിസൾട്ട് അങ്ങനെ, ഈ വേരിയബിൾ എന്ത് ചെയ്യും, ഇടയ്ക്ക് കയറി വന്നതുകൊണ്ടായിരിക്കും ആ റിസൾട്ട് അങ്ങനെ കിട്ടിയത്. പക്ഷെ അതെന്തായിരിക്കും, നമ്മുടെ ഈ വേരിയബിൾ വന്നതുകൊണ്ട് നമ്മുടെ സ്റ്റഡി എന്തായിരിക്കും, തെറ്റായിരിക്കും. ഇറ്റ് ആഡ് എറർ ഇൻ അവർ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിയിൽ എന്തായിരിക്കും, തെറ്റുണ്ടാക്കാൻ ഏത് സാധിക്കും, എക്സ്റ്റേണിയസ് വേരിയബിൾ കൊണ്ട്. എക്സ്റ്റേണിയസ് വേരിയബിൾ വന്നാൽ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റഡി തെറ്റാവാനുള്ള സാധ്യത ഉണ്ട്. എക്സാമ്പിൾ നോക്കാം. അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ്. അഡ്വർടൈസ്മെൻറ്റും സെയിലും തമ്മിലുള്ള റിലേഷനാണ് നോക്കുന്നത്. ഇൻ ദിസ് കേസ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതാ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, സെയിൽ ഇൻക്രീസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സെയിൽ ഡിക്രീസ് ചെയ്യും. സോ സെയിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അഡ്വർടൈസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സെയിൽ ഉണ്ടാവുക. Increase in advertisement leads to increase in sale, decrease in advertisement leads to decrease in sale. പക്ഷേ സംടൈംസ് എന്തുണ്ടായിരിക്കും, സെയിൽ മേ ബി ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ക്വാളിറ്റി. അതായത് ഇങ്ങനെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നല്ലതാണ്, അപ്പോൾ സെയിൽസ് എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്യുക.
പക്ഷെ ചില കേസിൽ എന്തായിരിക്കും, അതായത് ആ ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതാണെന്ന് കസ്റ്റമർക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ ആയിരിക്കും, അതായത് അഡ്വർടൈസ്മെൻറ്റ് ആ പ്രൊഡക്റ്റിന് ഇനി അഡ്വർടൈസ്മെൻറ്റ് ഇല്ലെങ്കിലും എന്തായിരിക്കും അതിൻ്റെ സെയിൽ എന്തായിരിക്കും ഹൈ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഒരു സാധനം കയറി വന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് അവിടെ കയറി വന്ന്, അഡ്വർടൈസ്മെൻറ്റും സെയിൽസും അല്ലാതെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് കയറി വന്ന്, ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഏത് എക്സ്റ്റേണിയസ് വാരിയബിൾ എന്ന് പറയുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റും അല്ല, അഡ്വർടൈസ്മെൻറ്റ് കാരണമല്ല എന്ത് ചെയ്യുന്നത് സെയിൽ കൂടുന്നത്, അതിൻ്റെ ക്വാളിറ്റി കാരണമാണ് സെയിൽ കൂടുന്നത്. സോ എന്തായിരിക്കും നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റഡി എന്താ, അഡ്വർടൈസ്മെൻറ്റും സെയിലും തമ്മിലുള്ള റിലേഷനാണ് ആ റിസർച്ചർ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. സോ അയാൾക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് കൂടുമ്പോൾ സെയിൽ കൂടും, പക്ഷെ എന്ത് ചെയ്യും ക്വാളിറ്റി കാരണമാണ് സെയിൽ കൂടുന്നതെന്ന് എന്ത് ചെയ്യുക അയാൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ സ്റ്റഡി എന്തായിരിക്കും എറർ സംഭവിക്കും. ഇതാണ് എന്ത് പറഞ്ഞിട്ട് എക്സ്റ്റേണിയസ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടത്. എക്സ്ട്രാ ഇടയിൽ കയറി വരുന്ന വാരിയബിളാണ് ഇത് എക്സ്റ്റേണിയസ് വാരിയബിൾ. സോ 5 തരത്തിലുള്ള വാരിയബിളാണുള്ളത്: ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ, മോഡറേറ്റിംഗ് വാരിയബിൾ, ഇൻ്റർവീനിങ് വാരിയബിൾ ആൻഡ് ലാസ്റ്റ് വൺ എക്സ്റ്റേണിയസ് വാരിയബിൾസ്. സോ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞത് തിയറി ബിൽഡിംഗ് എന്താണ്, തിയറി എന്താണെന്ന് പറഞ്ഞ് 2 തരത്തിലുള്ള തിയറി, ഇൻഡക്ഷനും ഡിഡക്ഷനും പറഞ്ഞു. പിന്നെ വാരിയബിൾ എന്താണെന്ന് പറഞ്ഞു. വാരിയബിൾസ് ഇസ് ദോസ് വാരി അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ നാച്ചർ, അതായത് നാച്ചറിനനുസരിച്ച് എന്ത് ചെയ്യുക ചേഞ്ച് സംഭവിക്കുന്ന ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. 5 തരത്തിലുള്ള വാരിയബിൾ എന്താണെന്ന് പറഞ്ഞ് അതിന് ഓരോ എക്സാമ്പിളും പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.